ഹേ ഓൾ വെൽക്കം ബാക്ക്. എന്തായാലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയല്ലേ, ഒരു ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണല്ലോ. അപ്പൊ എന്തായാലും എന്റെ ഡെയിലി മോർണിംഗ് പോലെ ഞാൻ അത്ര അലമ്പാക്കുന്നില്ല, ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു എൻട്രി ആയിക്കോട്ടെ. ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഏകദേശം ഗുഡ് ആഫ്റ്റർനൂൺ ആവാനായിട്ടുണ്ട്. പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എണീക്കുന്ന സമയമാണ് എനിക്ക് മോർണിംഗ്. പിന്നെ എല്ലാവരും രാവിലെ എണീച്ചാൽ എന്താണ് ചെയ്യാൻ, അതൊക്കെ തന്നെയാണ് ഞാനും ചെയ്യാറ്. ഉച്ചയായി നേടിച്ചിട്ട് ആ പ്രഭാത കർമ്മങ്ങൾക്കൊന്നും ഞാൻ ഒരു കുറവും വരുത്താറില്ല. അപ്പൊ എന്നാലും ഒരു ചായ തന്നെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറച്ചധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. പിന്നെ എങ്ങനെ നോക്കിയാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസം തന്നെയാണ്. ഞാൻ എന്തായാലും എണീക്കുന്ന തന്നെ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഡെലിവറി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു കോളോടെയാണ്. ഇനി ഏത് ഉറക്കത്തുനിന്ന് വിളിച്ച് എണീപ്പിച്ചാലും കുഴപ്പമില്ല, സാധനം ഡെലിവറി ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോള്, അത് വേറെ തന്നെ ഒരു സന്തോഷം. ഞാൻ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാൾ ആ സാധനം കാർട്ടിൽ കിടക്കും. പിന്നെ ഇൻസ്റ്റ, യൂട്യൂബ് ഇതൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള റിവ്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ആ പ്രൊഡക്റ്റിന്റെ കസ്റ്റമർ റിവ്യൂവിന്റെ സ്ക്രീൻഷോട്ട് കുറെ എന്റെ ഗാലറിയിലും ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറെ അരിക്കൽ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാനൊരു സാധനം വാങ്ങിക്കാൻ. ബാക്കി പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഇത് കയ്യിൽ കിട്ടിയാൽ ഞാൻ ചിന്തിക്കും എനിക്ക് എന്തിന്റെ കേടായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് കുറെ ഒന്ന് വാലേക്കാണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചൊരു സാധനം. അതുകൊണ്ട് തന്നെ സാധനം അടിപൊളി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഡൗട്ടും ഉണ്ടായിട്ടില്ല. എന്തായാലും ബാക്കിന്റെ വീഡിയോസ് ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല, കാരണം എനിക്കിത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. വെറുതെ ഒരു കണ്ടന്റ് കളയാൻ എനിക്ക് താല്പര്യമില്ല. എന്തായാലും മോടിച്ചാടി ഈ ബാഗ് അൺബോക്സ് ചെയ്തല്ലോ, അലമ്പായിട്ടില്ല എന്നുള്ള സന്തോഷത്തിൽ ഇനി എന്തെങ്കിലും പോയിട്ട് കഴിക്കാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, കാരണം എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ വേണ്ട, അത് ശരിയാവില്ല. ഇനി എന്തായാലും വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്തായാലും പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാം. സാധാരണ ഈ ഉച്ച സമയത്തൊക്കെ എവിടെയെങ്കിലും പോകുന്നത് വലിയ ചടങ്ങാണ്, ഒന്ന് മാറ്റി റെഡിയായി കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം നീ വെയിലത്ത് പോകേണ്ടെന്ന് ആലോചിക്കുമ്പോൾ തന്നെ പകുതി ഞാൻ നടത്തി. അപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ്, കാര്യമായിട്ടുള്ള മിനിക്കൽ പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ അതന്നെയാണ് പ്രശ്നം, കാര്യമായിട്ടുള്ള മിനിക്കൽ പരിപാടിക്ക് വേണ്ട സാധന സാമഗ്രികൾ ഒന്നും തൽക്കാലം എന്റെ കയ്യിലില്ല. നാളെയാണെങ്കിൽ ഒരു കല്യാണം ഉണ്ട്, എനിക്കാണെങ്കിൽ കാര്യമായിട്ടൊന്ന് ഒരുങ്ങിയിട്ട് പോകണമെന്നുണ്ട്. പക്ഷേ എങ്ങനെ ഒരുങ്ങും, പോയാലും ഒരു പൗഡർ ഇടലല്ലാണ്ട് വേറൊരു മേക്കപ്പ് സാധനങ്ങളും എന്റെ കയ്യിലില്ല. എന്നാൽ പിന്നെ ഒരു കൺസീലർ അങ്ങ് വാങ്ങിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അതിനാണ് ഞാനിപ്പോൾ പോകുന്നത്. പിന്നെ വേറെയും കുറച്ച് പരിപാടിയുണ്ട്. നിങ്ങൾക്ക് ആർക്കൊന്നും തോന്നരുത്, ഞാൻ ഇങ്ങനെ ഒന്നല്ല എക്സ്പെക്ട് ചെയ്തത്. എത്ര പറഞ്ഞു കൊടുത്താലും തലയിൽ കയറാത്തൊരു മൊയന്തിൻ്റെ അടുത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ കൊടുത്തത്. ഹോളാണെങ്കിൽ 2x എടുത്തിട്ട് ഷോപ്പ് മൊത്തം കിട്ടുന്നുണ്ട്, അതിന്റെ തന്നെ മാത്രം കിട്ടാത്ത രീതിയിലാണ് എടുത്തത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതുപോലത്തെ ഒരു അനിയത്തി ഉണ്ടായാൽ മതി. പിന്നെ അവതാരത്തിന് ചെയ്തിരുന്നേയും പോരാ, അതിനെ കുറ്റം പറയുന്ന ഒരു ഇത്താത്തിയും. എന്തായാലും എനിക്കിതിലുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഈ ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞിരുന്ന ബാലപാടല്ലാണ്ട് എനിക്കതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും അറിയില്ല. വീട്ടിൽ നിന്ന് കീയുമ്പോൾ തന്നെ ഒരു ഷെയ്ഡ് ലൈറ്റർ എടുക്കണം, സെയിം ഷെയ്ഡ് എടുക്കാൻ പാടില്ല. എന്റെ ഷെയ്ഡിൽ ഒരു ഷെയ്ഡ് ലൈറ്റർ എടുക്കണം, സെയിം ഷെയ്ഡ് എടുക്കാൻ പാടില്ല. ഇത് സ്വലാത്ത ഒരു നോല് ചൊല്ലിയിട്ടാണ് ഞാൻ പോയത്. അല്ലെങ്കിൽ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ അലമ്പാക്കിയിട്ട് ഞാൻ തിരിച്ചു വരുമെന്ന് എനിക്കറിയാം. പണ്ടൊക്കെ ആണെങ്കിൽ ചേരാത്ത ഫൗണ്ടേഷൻസ് ഒക്കെ ഭയങ്കര കോൺഫിഡൻസിൽ എടുത്തിടുമായിരുന്നു. ഇപ്പം പിന്നെ അതിനുള്ള കോൺഫിഡൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തിട്ടും ആലോചിച്ചിട്ടാണ് ഞാനൊരു കൺസീലർ വാങ്ങിച്ചത്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ഷെയ്ഡ് മാറ്റ്സിനോട് ഏകദേശം സാമ്യമുള്ള 2-3 സാധനങ്ങൾ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ചെയ്തിട്ടും മനസ്സംതൃപ്തി വരാത്ത ഞാൻ എൻ്റെ കസിനെ പിടിച്ചിരുത്തിയിട്ട് ഓളെ മുഖത്തും ഏകദേശം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ ഇതൊക്കെ എനിക്കറിയാം, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്നതേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ടാണ് തുടങ്ങി. പക്ഷേ ചെയ്തു വന്നപ്പോൾ പണ്ടാരോ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്തിട്ട് വർക്കും തന്നെ മാറ്റി കളഞ്ഞല്ലോ എന്നുള്ള രീതിയിലായിരുന്നു അവളുടെ റിയാക്ഷൻ. പിന്നെ ആസ് യൂഷ്വൽ അതൊരു ഫാൻസി ഷോപ്പാണ്, അവിടെ അത്യാവശ്യം മേക്കപ്പ് സാധനങ്ങളുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്കിന്റെ ഒരു ഘോര കളക്ഷൻസ് ഉണ്ട്, പോരാത്തതിന് നല്ല പെർഫ്യൂംസിന്റെ കളക്ഷൻസും ഉണ്ട്. അപ്പൊ പിന്നെ ആന കരിമ്പും തോട്ടത്തിൽ ഇറങ്ങിയ പോലെ ഓരോ ഭാഗത്തും പോകുന്നുണ്ട്, ഓരോ സാധനങ്ങളും എടുക്കുന്നുണ്ട്. എന്റെ കളിയെല്ലാം കാണുമ്പോൾ ഇവർ വിചാരിക്കും ഞാൻ ഈ സാധനം എന്തായാലും വാങ്ങിച്ചിരിക്കുന്നു. ഇപ്പൊ വാങ്ങിക്കും നോക്കിയിരുന്നു. അപ്പോൾ ആ ഷോപ്പിൽ ഏകദേശം ഓഡിറ്റൊക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് നോക്കാൻ വേറെ സെക്ഷൻസ് ഒന്നും ബാക്കിയില്ലാന്ന് കണ്ടപ്പോൾ ഞാൻ ബില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാണ്ടാണല്ലോ പോയത്, അതുകൊണ്ട് നല്ലോണം വിശന്നിട്ടാണ് വന്നത്. ഇപ്പം തന്നെ നല്ലോണം ടയേർഡാണ്. പക്ഷേ പരിപാടി ഇവിടെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇനി ഒന്ന് കുളിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അടുത്ത പരിപാടി നോക്കാം. ഞാൻ പറഞ്ഞല്ലോ ഒരു മാരേജ് ഉണ്ട്, സോ മെഹന്തി ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. എൻ്റെ കസിൻസ് ഒക്കെ എൻ്റെ കൂടെ ഉണ്ട്. ഇനി മെഹന്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ പണ്ടൊക്കെ ഞാൻ മെഹന്തി നല്ലോണം ഇടുമായിരുന്നു. ഇപ്പം കുറെ ആയിട്ട് മെഹന്തി ഒന്നും കൈകൊണ്ട് ഇടാറില്ല. പിന്നെ എനിക്ക് 2 കസിൻസ് ഉണ്ട്, അവർ ഊറ്റിയിട്ട് ഇങ്ങനെ തട്ടി മുട്ടി പോകുന്നു. ഓർമ്മകൾ അയവർക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് എൻ്റെ മെഹന്തി ട്രൈ ചെയ്ത് നോക്കി. എൻ്റെ അനിയത്തിന്റെ കയ്യിൽ ഓളെന്നെ കൊല്ലാത്തത് ഭാഗ്യം, നല്ലൊരു ദിവസമായിട്ട് ഓളെ കൈ ഞാൻ കൊളാക്കി വെച്ചു. കഥയും പറഞ്ഞിരുന്നിട്ട് നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഇനി പോയിട്ട് കിടന്നൊന്ന് ഉറങ്ങണം. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. അതുവരെ ബൈ.